ഇത് അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ലേ? ഇനി ഇതിന് നമ്മുടെ കണ്ണിനോട് തന്നെ ദേഷ്യം ഉണ്ടാവുമായിരിക്കോ? ഉള്ളി അരിയാൻ മടിയായതുകൊണ്ട് അടുക്കള കയറാത്ത കുറേ പേരുണ്ടാവും. പക്ഷെ എത്രയൊക്കെ കണ്ണരിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികളുടെ മെനുവിൽ ഉള്ളിയില്ലാത്ത ഫുഡ് ഐറ്റംസ് വളരെ കുറവാണ്. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണോ? നമ്മുടെ ഭൂമിയിൽ ജീവനുള്ള ഭൂരിഭാഗം വസ്തുക്കളും, അതിപ്പോൾ സസ്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, എല്ലാവർക്കും സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് പല്ലി വാല് മുറിക്കുന്നതും, തൊട്ടാവാടിയിൽ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടാവാടി ചുരുങ്ങി പോകുന്നതും, അതുപോലെ നമ്മളെ പട്ടി അടിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടുന്നതും, തേനീച്ച കുത്തുന്നതും ഒക്കെ ഈ ഒരു സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഈ പറഞ്ഞതുപോലുള്ളൊരു സെൽഫ് ഡിഫെൻസ് നമ്മുടെ ഉള്ളിയുടെ ഉള്ളിലുണ്ട്. ഒരു ഉള്ളി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ഉള്ളിയുടെ സെൽസുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളിയുടെ സെല്ല് ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ ഉള്ളിയുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സും അതുപോലെ തന്നെ അലിനേസ് എന്ന് പറഞ്ഞൊരു എൻസൈമും കൂടി ചേർന്നിട്ട് ഫിൻ പ്രൊപ്പനീതൈൽ എസ് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് പുറത്തേക്ക് എമിറ്റ് ആവുന്നുണ്ട്. ഇത് തീർന്നില്ലേ? ഇങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് കുറച്ച് കണ്ണിലേക്ക് എത്തും. കണ്ണിലുള്ള ടിയർ, അതായത് ഈ ടിയർ കമ്പോസ് ചെയ്തിരിക്കുന്നത് 98% വാട്ടർ കൊണ്ടാണ്. ഈ വാട്ടറിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്യാസ് ഡിസോൾവ് ആവും. അപ്പോൾ അവിടെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ചെറിയ ആസിഡ് ഫോം ചെയ്യും. ഈ ആസിഡ് വരുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലുള്ള നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ നെർവ് എൻഡിങ്സിൽ നിന്നും ബ്രെയിനിലേക്കൊരു സ്റ്റിമുലേഷൻ പോകും. അതായത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ എന്തോ ഒരു കെമിക്കൽ വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇതിനെ ഡയലൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ബ്രെയിൻ അപ്പം തന്നെ റിഫ്ലക്സ് ടിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കും. അപ്പോൾ കൂടുതലായിട്ട് കണ്ണുനീര് വരികയും ഈ കണ്ണുനീര് അവിടെ ഉണ്ടായ ആ ഒരു മൈൽഡ് ആസിഡിനെ ഡയലൂട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ കണ്ണരിച്ചിൽ കുറയ്ക്കാനായിട്ട് ചിലർ പറയാറുണ്ട് ഉള്ളി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയെന്ന്. ചിലർ പറയാറുണ്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കമോൺ. ഓക്കെ, ബൈ.